ഇന്ന് റഹനാസ് വ്ലോഗിലെ പള്ളിയിലേക്കുള്ള നോമ്പ് തുറയുടെ കുറച്ച് റെസിപ്പികളാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇക്കയാണ് ഉള്ളിയൊക്കെ തൊലി കളയുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നെന്നു അവിടെ ഉരുളക്കിഴങ്ങ് പീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നെന്നുവിൻ്റെ പൊട്ടാറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെന്നുവിന് അന്ന് ഡ്രോയിങ് ക്ലാസ് ഉണ്ടായിരുന്നു. ഓൺലൈൻ വഴി ആയിട്ടായിരുന്നു ക്ലാസ് നടന്നിരുന്നത്. സാറിൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആ സമയത്ത് ഞാൻ അയിനുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അവളെ ഫ്രഷ് ആക്കി കൊടുത്തു. സമൂസക്ക് ഞാൻ ടോട്ടൽ 10 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ആഡ് ചെയ്യാം. ടോട്ടൽ ഒരു 45 സമൂസയാണ് ഇതുകൊണ്ട് എനിക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് 10 ഉള്ളി കൊണ്ട് നമുക്ക് 45 സമൂസ ഉണ്ടാക്കാം. സമൂസയ്ക്ക് വേണ്ടിയിട്ട് 1 kgൻ്റെ അടുത്ത് മാക്സിമം ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് കുറച്ച് മഞ്ഞളും ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 2 വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ അവിടെ റെഡി ആകും. ഇനി സമൂസക്ക് ആവശ്യത്തിന് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെക്കാം. സമൂസയിലേക്ക് ഞാനൊരു തക്കാളിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് സമൂസ കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഇനി നമ്മൾ കുറച്ച് ഉള്ളിയാണ് എടുക്കുന്നതെങ്കിലും ഒരു 2 ഉള്ളിയാണെങ്കിലും ഒരു ചെറിയ തക്കാളി ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഇത് ഞാൻ ടോട്ടൽ 10 ഉള്ളിയിലേക്കാണ് ഒരു തക്കാളി എടുത്തിട്ടുള്ളത്. അപ്പോൾ സമൂസക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയായി. 2 പച്ചമുളകും കൂടെ ആഡ് ചെയ്യാനുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ എടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ വെള്ളം വേണമെങ്കിൽ നമ്മൾ വേറെ അന്ന് ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്ക് യൂസ് ചെയ്യാൻ വെറുതെ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഞാൻ ഈ വെള്ളം തന്നെ എടുത്തത്. സമൂസയുടെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഈ സമയം ഞാൻ ചിക്കൻ എടുത്തിട്ട് ചെറിയ പീസായി മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ മിക്സിയിലോട്ട് ഇട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ തന്നെ നമുക്ക് ചെറിയ പീസായിട്ട് കിട്ടും. ഇട്ടിട്ട് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയം ക്യാമറ ഓഫായി.
ഇനി തക്കാളി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ലാസ്റ്റ് ചപ്പും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡിയായി. ഉള്ളിവടക്ക് വേണ്ടിയിട്ട് 6 ഉള്ളി എടുത്തു. പിന്നെ 2 പച്ചമുളകും കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ 45 ഉള്ളിവട എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചപ്പും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ശേഷം ഒരു 6 സ്പൂണ് വലിയ സ്പൂണ് മൈദയും 2.5 വലിയ സ്പൂണ് കടലമാവും 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ് ചിക്കൻ മസാല പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോഴേക്കും ഞാനാണ് കുഴക്കുന്നത് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് അവൾ തന്നെയാണ് കുഴക്കുന്നത്. ഇനി ഒന്നും കൂടെ ഉള്ളിവട ക്രിസ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് 2.5 വലിയ സ്പൂണ് റസ്ക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിവടൻ്റെ മിക്സ് ഇവിടെ റെഡിയായി. അൽഹഫൻ്റെ സമൂസ ഷീറ്റാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നല്ല ഷീറ്റായിരുന്നു അത്. സമൂസ ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെയാണ് സമൂസ ഉണ്ടാക്കുന്നത്. അപ്പോൾ 45 സമൂസ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കുക്കറിൽ 2 kg കറുത്ത കുരുവുള്ള മുന്തിരി എടുത്തിട്ട് കുക്കറിൻ്റെ 1/4 ഭാഗം വെള്ളം ഒഴിച്ച് നമ്മളൊരു 6 വിസിൽ അടുപ്പിക്കുക. ഈ സമയം ഞാൻ സമൂസ ഫ്രൈ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്പി സമൂസ ഇവിടെ റെഡിയായി. ഇനി ഉള്ളിവടയും കൂടെ നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണ്. താഴെ ഭാഗം ബ്രൗൺ ആയ ശേഷം മറച്ചിട്ട് കൊടുക്കാം. കടലപ്പൊടിയും റസ്ക് പൊടിയും ചേർക്കുന്നത് കൊണ്ട് തന്നെ എണ്ണ കുടിക്കാത്തതും ക്രിസ്പി ആയിട്ടുള്ളതുമായ ഉള്ളിവട ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോഴേക്കും ഇക്ക മുന്തിരി ജ്യൂസിനുള്ള പാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പള്ളിയിൽ നിന്ന്. പൊരിക്കടികൾ റെഡിയായ ശേഷം ഞാൻ എന്നുവിനും നൈനുവിനും കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. പള്ളിയിലേക്ക് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ബേക്കിംഗ് ട്രേയിൽ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് സമൂസ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കയാണ് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ആ സമയത്ത്. തൊട്ടടുത്തുള്ളൊരു പാർട്ടി ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ കുറച്ച് സമൂസ പാക്ക് ചെയ്ത് കൊടുത്തു.
സമൂസ ഞാനിവിടെ ഒരു എയർ ടൈറ്റുള്ള പാത്രത്തിൽ വെച്ചിട്ട് ഫ്രീസറിൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും പൊരിക്കടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ ഫ്രീസറിൽ നിന്ന് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് പൊരിച്ചാലും മതി. അപ്പോൾ ഉള്ളിവടൻ്റെയും സമൂസൻ്റെയും പരിപാടികളൊക്കെ കഴിഞ്ഞു. അതൊക്കെ റാപ്പ് ചെയ്ത് വെക്കുകയാണ്. മുന്തിരി ജ്യൂസിനുള്ള മുന്തിരി 6 വിസിലിന് ശേഷം ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് കൈയിലോണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് അതിൽ നിന്നുള്ള നീരൊക്കെ നമ്മൾ ഊറ്റിയെടുക്കുകയാണ്. ഇതിൽ നിന്നും കുറച്ച് ജ്യൂസ് എടുത്തിട്ട് നമ്മൾ മിക്സിയിലോട്ട് ഒഴിച്ച് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ച ശേഷം ജ്യൂസ് ഒഴിച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ ആ സമയത്താണ് ഈ ഒരു പദം മുകളിൽ കാണുന്നത്. ശരിക്കും ചെയ്യേണ്ടത് അതിലേക്ക് തന്നെ ഷുഗർ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സമയക്കുറവ് കാരണം ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഇങ്ങനെയും ചെയ്താലും കുഴപ്പമില്ല, ആ ഒരു പദം ഉണ്ടാവുന്നേ ഉള്ളൂ. പിന്നെ അതിലേക്ക് ഐസും കൊട്ടയും ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഐറ്റംസൊക്കെ അപ്പോൾ റെഡിയായി കഴിഞ്ഞു. അതിലേക്ക് ഒരു കാര്യം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ജ്യൂസിലേക്ക് കുറച്ച് പുതിനയും ചെറുതാക്കി അരിഞ്ഞിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ റെഡിയായ ശേഷം ഒരു 6:30ക്ക് ഇക്കയും നെന്നും കൂടെ പള്ളിയിലേക്ക് പോയി എല്ലാ സാധനങ്ങളുമായിട്ട്. എൻ്റെ ഈ ചെറിയ കുക്കിംഗ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.